ഇതുവരെ നമ്മൾ നോക്കിയത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ക്രിപ്റ്റ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കോഡും കൂടെ നമുക്ക് എല്ലാം കൂടെ ഇവിടെ നിറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്കൊരു കോഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ നമ്മൾ ഡിഫറെൻറ്റ് റൂമാക്കിയിട്ട് തിരിക്കുന്നത് എന്തിനാണ്? കിച്ചണാക്കി മാറ്റുന്നത് എന്തിനാണ്? ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചൺ ഉപയോഗിക്കുന്നു. അല്ല അതേപോലെ ഡൈനിങ് ഹാൾ ഉണ്ടാവും, അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ കിടന്നുറങ്ങാൻ വേണ്ടി ബെഡ്റൂം ഉണ്ടാവും. പിന്നെ ഗസ്റ്റ് വന്ന് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ലിവിങ് റൂം ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ഡിഫറെൻറ്റ് റൂമാക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കിച്ചണിലുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തുള്ള സ്മെല്ല് നമുക്ക് ഇപ്പുറത്തോട്ട് ബാധിക്കില്ല. അതേപോലെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗസ്റ്റിന് അവിടെ ഇരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോന്നിനും ഓരോരോ പർപ്പസിന് വേണ്ടി നമ്മൾ പാർട്ടിഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിച്ചൺ ഉണ്ടാവും, പിന്നെ വെയിറ്റിംഗ് ഏരിയകളുണ്ടാവും, പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾസ് ഉണ്ടാവും. അതേപോലെ ഫാമിലിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ചും കൂടി പ്രൈവസി ഉള്ള സെക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കും. അതെന്തിനു വേണ്ടി നമ്മൾ അങ്ങനെ മാറ്റി വെക്കുന്നത്? അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അതേപോലെ ഇനിയിപ്പോൾ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലും, ഇപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും പുതിയൊരു ഫുഡിന് വേണ്ടി കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള സ്ഥലത്തിനെ ബാധിക്കുന്നില്ല. ഓക്കെ. പിന്നെ വരുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എവിടെയാണ് ഇരിക്കേണ്ടതെന്നുള്ളതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും കുറച്ചും കൂടി ഈസിയാണ്. കിച്ചണിൻ്റെ ബോർഡ് കണ്ടാൽ പിന്നെ ആ ഭാഗത്തോട്ട് ഒരു ഗസ്റ്റിന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രോഗ്രാമിങ്ങിലാണെങ്കിലും നമ്മൾ ഇതേപോലെ പാർട്ടീഷൻ ചെയ്യും. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഇതേപോലെ കോഡിനെ നമ്മൾ ഓരോരോ പർപ്പസിന് വേണ്ടി പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഫങ്ഷൻ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ആഡ് ടു നമ്പർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബേക്കറികൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറികളുണ്ട്. അപ്പോൾ അവിടെ പല രീതിയിൽ ഇപ്പം മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി ബേക്കറി ഉണ്ടാക്കി കൊടുക്കുന്ന ടീമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റോ മെറ്റീരിയൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കേക്കിന് വേണ്ട റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കേക്ക് ഉണ്ടാക്കിയിട്ട് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഫാക്ടറി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു യൂണിറ്റ് തുടങ്ങുകയാണ്, അതിൽ ഇപ്പം കേക്കിന് വേണ്ട ഇപ്പോൾ ഒരു സ്ട്രോബെറി കേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സ്ട്രോബെറിയും മറ്റ് കേക്കിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അവരുടെ അടുത്തുള്ള മെഷീനറി ഉണ്ടാവും, അവരത് കുക്ക് ചെയ്തിട്ട് തിരിച്ച് ഫിനിഷ്ഡ് ആയിട്ടുള്ള കേക്കിന് അവർ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഷോപ്പിൽ വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കേക്ക് വിൽക്കാൻ പറ്റും. അവരെ സംബന്ധിച്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഹെഡേക്കോ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളോ ക്ലീനിങ്ങോ അതിന് വേണ്ട സ്റ്റാഫൊന്നും വേണ്ട. ഇവരെ സംബന്ധിച്ചാണ്, ഈ യൂണിറ്റുള്ള ആളുകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലോ അവരെ സംബന്ധിച്ച് അത് സെയിൽ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് ഓർഡർ വരുന്നു, അവർ കേക്ക് ഉണ്ടാക്കിയിട്ട് അവർ തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആഡ് ടു നമ്പർ എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ എക്സ്, വൈ എന്ന് പറയുന്ന 2 നമ്പർ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫാക്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ, കേക്കിൻ്റെ ഫാക്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ, അവിടെ നമ്മൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കും. ഇവിടെ ഇതേപോലെ നമുക്ക് ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോലെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം കേക്ക് ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ കേക്ക് ഫാക്ടറി തന്നെയാണ് നമ്മൾ പേര് കൊടുക്കുക. അതേപോലെ നമ്മളിവിടെ പിന്നെ ഈ ഫങ്ഷന് പേര് കൊടുക്കുമ്പോൾ എന്താണോ നമ്മൾ അതിനുള്ളിൽ ചെയ്യുന്നത് അതിന് മീനിങ് ഫുൾ ആയ ഒരു നെയിമാണ് കൊടുക്കേണ്ടത്. മറ്റ് ഡെവലപ്പേഴ്സ് വന്നിട്ട് ഇത് നോക്കുമ്പോൾ ഈ ഫങ്ഷൻ നെയിം കണ്ടാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റണം അതിനുള്ളിൽ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ എന്ത് പർപ്പസിന് വേണ്ടിയുള്ള ഫങ്ഷൻ ആണെന്നുള്ളത്. ഓക്കെ. അപ്പം ഞാനിവിടെ ഈ ആഡ് ടു നമ്പർ എന്ന് പറയുന്ന ഫങ്ഷന് ഞാനിവിടെ അതിനുള്ളിൽ ചെയ്യുന്നത് അതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എക്സ്പ്രസ് വൈ എന്ന് പറയുന്ന റിസൾട്ട് എടുത്തു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കേക്കിൻ്റെ കേസിൽ ഫിനിഷ്ഡ് കേക്ക് തിരിച്ചു കൊടുക്കണം. ആരാണോ കൊണ്ടുവന്നത്, റോ മെറ്റീരിയൽ കൊണ്ടുവന്നത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്കിവിടെ റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. റിട്ടേൺ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ റിസൾട്ടിനെ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഞാൻ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഇതിപ്പോൾ ഞാനൊരു ഫാക്ടറി ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഫാക്ടറി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് കേക്ക് റെഡി ആവില്ല. ഫാക്ടറി ഉണ്ടാക്കി വെച്ചു, അതിന് ശേഷം ആരെങ്കിലും ഇൻഗ്രീഡിയൻറ്റ്
കൊണ്ടുവന്ന് കൊടുക്കണം, എന്നാലേ അവർക്കത് കേക്ക് ഫിനിഷ്ഡ് കേക്കായിട്ട് കിട്ടുള്ളൂ. അതേപോലെയാണ് ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഇതുപോലെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് വെച്ച് സ്പേസ് കൊടുത്തു, എന്നിട്ട് നെയിം കൊടുത്തു, എന്നിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട അങ്ങോട്ട് കൊടുക്കേണ്ട ഇൻപുട്ടായിട്ടുള്ളത് കേക്കിന് വേണ്ടി നമ്മൾ അതിന് വേണ്ട ഇൻപുട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ ഇൻപുട്ടെല്ലാം കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് പിന്നെ ഒരു നെയിം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് ഇൻപുട്ട് പാരാമീറ്റർ 1ഉം 2ഉം 3ഉം എത്ര എണ്ണം ആണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഇതാണ് ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ഒരു മെത്തേഡ്. അതിനൊരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ടാവും. ആ ഫംഗ്ഷന് ഒരു പേര് നമ്മൾ കൊടുക്കും. പിന്നെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വേണ്ട ഇൻപുട്ട് പാരാമീറ്റർ കൊടുക്കും. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വാല്യൂ, നോർമലി ഒരു വാല്യൂ എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല, നോർമലി വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇതാണ് ശരിക്കും നോർമലി ഒരു ഫംഗ്ഷൻ്റെ ഒരു ഡിക്ലറേഷന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു സിഗ്നേച്ചർ, ഒരു മെത്തേഡ്, ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാ കേസും ശരിക്കും റിട്ടേൺ ആവുന്നില്ല. ഇപ്പോൾ ഞാനൊരു വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ഒരു ഫാക്ടറി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിനെ കത്തിച്ച് അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ അതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവന്ന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് കുറേ ബോട്ടിൽസ് ഉണ്ടാവാം, ചിലപ്പം വണ്ടിൻ്റെ എന്തെങ്കിലും, എൻ്റെ കാറിൻ്റെ എന്തെങ്കിലും പ്ലാസ്റ്റിക് മെറ്റീരിയലോ ഫൈബർ മെറ്റീരിയലോ ഉണ്ടാവും. ഇങ്ങനെ ഇതുപോലുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ അതിന് ഔട്ട്പുട്ട് ഒന്നും വരണമെന്നില്ല, അവിടെ തന്നെ ചിലപ്പോൾ അതിനെ നശിപ്പിച്ച് കളയാനുണ്ടാവാം. അതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെയും ഇതേപോലത്തെ ഫംഗ്ഷൻസ് ഉണ്ടാവാം, റിട്ടേൺ ഇല്ലാത്ത ഫംഗ്ഷൻസ് ഉണ്ടാവാം. നമ്മൾ എക്സാമ്പിളിൽ നോക്കും. ഓക്കെ, നോർമലി പക്ഷേ നമ്മൾ മിക്ക ഫംഗ്ഷൻസും നമുക്ക് റിട്ടേൺ ഉണ്ടാവും. അപ്പോൾ ഈ ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം, നമ്മളൊരു നെയിം എല്ലാം കൊടുത്ത് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് നെയിം എല്ലാം കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഈ ഫംഗ്ഷൻ്റെ ലോജിക്കും കാര്യങ്ങളല്ല, ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ലോജിക്ക്, ഇതെല്ലാം ഇതിലുണ്ടാവും. അതാണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഫംഗ്ഷനെ ഞാനൊരു ഫാക്ടറി ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമില്ല, അതിനെ ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യാമെന്ന് പറയാം. ഓക്കെ, എൻ്റെ ഫോണിൽ ഞാനൊരു നമ്പർ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരാൾക്ക് കോൾ പോകില്ല, അതിന് നമ്മൾ കോൾ ചെയ്യണം. അതേപോലെയാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ച് ഞാനതിന് അടുത്തത് കോൾ ചെയ്യലാണ്. അപ്പോൾ ഞാനിവിടെ വാർ റിസൾട്ട് ഈക്വൽ ടു എന്ത് നെയിമും കൊടുക്കാൻ പറ്റും. ഞാൻ R1 എന്നുള്ളതാണ്, R1 എന്നുള്ളത് കൊടുക്കാം, എന്ത് നെയിം ആണെങ്കിലും കൊടുക്കാൻ പറ്റും. ഈക്വൽ ടു ആഡ് ടു നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 100ഉം അല്ലെങ്കിൽ ഒരു 40,000ഉം പിന്നെ ഒരു 23,400ഉം. ഓക്കെ, ഈ 2 നമ്പർ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഇതിൽ ചെയ്യൽ എന്താണ്, ഞാൻ ഈ ഫംഗ്ഷനെ ഞാൻ ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഓർഡർ നോക്കും. ഇവിടെ ഞാൻ ആദ്യം കൊടുക്കുന്ന നമ്പറിനെ ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു എക്സൽക്ക് പാസ് ചെയ്യും. ഈ രണ്ടാമത്തെ നമ്പറിന് വൈക്ക് പാസ് ചെയ്യും. ഇത് പാസ് ചെയ്യുന്നത് ഇതിൻ്റെ ഓർഡർ നോക്കിയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഫാക്ടറിയിൽ കേക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ മൈദ ഇടാൻ വേണ്ടി ഞാൻ ആദ്യത്തെ ബോക്സിൽ മൈദ ഇടാൻ പറഞ്ഞു, രണ്ടാമത്തെ ബോക്സിൽ ഷുഗർ ഇടാൻ പറഞ്ഞു, മൂന്നാമത്തെ ബോക്സിൽ ഫ്രൂട്ട് ഇടാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ ഓർഡർ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ മെഷീനറി വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആദ്യത്തിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് മൈദയാണ്, അവിടെ മൈദ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ആ ഓർഡർ നോക്കിയിട്ടാണ് അവർ എടുക്കുന്നുണ്ടാവുക. ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതും തെറ്റും. അതേപോലെ നമുക്ക് ഇവിടെ ഈ ആദ്യം കൊടുക്കുന്നത് ഇവിടെയുള്ള ആദ്യത്തെ പാരാമീറ്റർ ഏതാണോ, ഇൻപുട്ട് പാരാമീറ്റർ ഏതാണോ അതിൽക്കാണ് അതിൻ്റെ വാല്യൂവിനെ കോപ്പി ചെയ്യുന്നത്. രണ്ടാമത്തതിന് വാല്യൂവിനെ രണ്ടാമത്തെ പാരാമീറ്റർക്കാണ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു, ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുകയും ചെയ്തു. ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും കോൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇനി ഈ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് കാണാൻ വേണ്ടി തൽക്കാലം ഞാൻ ഇവിടെ console.log ഉപയോഗിക്കുകയാണ്. ഞാൻ R1 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിനെ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം കൺസോൾ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് 37,400 എന്നുള്ള റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഈ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കി, ഇതിനെ കോൾ ചെയ്യുന്നത് നോക്കി. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് ഒരിക്കലും ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റീയൂസബിലിറ്റിയാണ്. നമ്മളതിൻ്റെ കോഡ്, ഇതിപ്പോൾ നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള കോഡ് ആയതുകൊണ്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത്ര റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ അങ്ങനെയല്ല, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തും.
ഞാനിവിടെ ഒരു ആഡ് ടു നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഈ 2 നമ്പറിനെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരിക്കലൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു യൂണിറ്റ് ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണെങ്കിലും എനിക്ക് അതിൽ വെച്ചാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, ഞാനിവിടെ ഈ R2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതാണ് ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണെങ്കിലും ഇതിനെ കോൾ ചെയ്യാം. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഡിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ അതിനൊരു യൂണിറ്റ് ഓഫ് കോഡ് ഒരു മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡിനെ പിടിച്ചിട്ട് ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന കോഡാണെങ്കിൽ അതിനെ പിടിച്ച് ഒരു ഫംഗ്ഷനാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതിനെ നമുക്ക് ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു നോർമൽ നമ്പറും സ്ട്രിങ്ങും പോലത്തെ ഒരു വേരിയബിൾ ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു വോർ n1 ഈക്വൽ ടു ഞാനൊരു 100 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അതേപോലെ ഞാനൊരു വോർ നെയിം ഈക്വൽ ടു ഞാൻ അപ്പ് കോഡ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കാൻ വേണ്ടി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് അവരെഴുതി വെച്ച ഫംഗ്ഷനാണ്. നമ്മളിതിവിടെ ആഡ് ടു നമ്പർ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫംഗ്ഷന് അവരെഴുതി വെച്ചിട്ടുള്ള ഫംഗ്ഷനാണ് ഈ ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ച ഫംഗ്ഷൻ പോലത്തെ ഫംഗ്ഷന് ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ടീം അവർ നേരത്തെ എഴുതി വെച്ചതാണ്, അല്ലെങ്കിൽ ബ്രൗസർ ഉണ്ടാക്കിയ ടീം അവർ എഴുതി വെച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പാരാമീറ്റർ കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ടൈപ്പ് ഓഫ് ഈ n1 എന്ന് പറയുന്നത് n1ൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്കറിയാം. ഓക്കെ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? നമ്പറാണ്. ഞാനിവിടെ വന്നിട്ട് ഡാറ്റ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടൈപ്പ് ഓഫ് n1 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ഈ ടൈപ്പ് ഓഫ് നെയിം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടൈപ്പ് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഞാൻ ഈ ടൈപ്പ് ഓഫ് എന്നുള്ളത് കൊടുത്തിട്ട് ഞാനിവിടെ എന്താ ചെയ്യാണ്, ഈ ആഡ് ടു നമ്പർ എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത്, ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ ഫോർ പാസ്ഡ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, ബൂളിയൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബൂളിയൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ പാസ്ഡ് എന്നുള്ളത് കൊടുത്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ബൂളിയനാണ് വന്നിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ നോക്കിയിട്ടുള്ള നമ്പറും സ്ട്രിങ്ങും ബൂളിയനും പോലത്തെ ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ് ഈ ഫംഗ്ഷൻ എന്നുള്ളത് പറയുന്നതും. പക്ഷേ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു യൂണിറ്റ് ആക്കിയിട്ട് മാറ്റാനും അതിനെ നമുക്ക് ഇതേപോലെ കോൾ ചെയ്യാനും അതിനെ റീയൂസ് ചെയ്യാനെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടാവും. ഇനിയിപ്പോൾ എനിക്ക് ഞാനൊരു വേറൊരു ഫംഗ്ഷനെ എഴുതാണ്, ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്. ഓക്കെ, അതിൽ ഞാനിവിടെ നെയിം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഇൻപുട്ട് പാരാമീറ്റർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ശരിക്കും റിട്ടേൺ ഒന്നും വേണ്ട, ഈ കൺസോളിൽ തന്നെ അങ്ങ് പ്രിൻ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഹലോ അതിൻ്റെ കൂടെ ഞാൻ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരു നെയിമും കൂടെ കൊടുത്തു. ഓക്കെ, ഞാനിവിടെ ഈ ഗ്രീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാനിവിടെ വിളിക്കുകയാണ്, കോൾ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് റിട്ടേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഈക്വൽ ടു സിമ്പിളും അതേപോലെ വേരിയബിൾക്ക് അസൈൻ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, അതിന് ഞാനിവിടെ കോൾ ചെയ്യുന്നു. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു നെയിം കൊടുക്കുകയാണ്. അരുൺ എന്ന് പറയുന്ന ഒരു നെയിം ഞാൻ കൊടുത്തു. ഓക്കെ, ഈ ഒരു നെയിം കൊടുക്കുന്ന സമയത്ത് എന്താവും, ഞാൻ കൊടുത്തിട്ടുള്ള ഈ സ്ട്രിങ് വാല്യൂനെ ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾക്ക് പാസ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് സ്ട്രിങ്ങും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് കൺസോളോട്ട് ലോഗ് എന്ന് പറയുന്ന അതിലേക്ക് പാസ് ചെയ്യും. ഇവിടെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ലോഗ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. കൺസോൾ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള ഒരു സബ് ഫംഗ്ഷനാണ് ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ
നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റിൽ കാണുന്ന ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും വെച്ച് നമ്മൾ വിളിക്കുന്നത് എല്ലാം ഫംഗ്ഷനാണ്. ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും വെച്ച് നമ്മൾ അതിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഫംഗ്ഷനാണ്. ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ്, ലോഗ് ഫംഗ്ഷനാണ്, ഇതെല്ലാം ഫംഗ്ഷനാണ്. അതേപോലെ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അലേർട്ട് എന്ന് പറയുന്ന അതും ഫംഗ്ഷനാണ്. കാരണം അതിൽ നമ്മൾ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വെച്ചിട്ടാണ് വിളിക്കുന്നത്. അതിൽ നമ്മളൊരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഫംഗ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ പിന്നെ ഈ ഹലോ ആരോ എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് റിട്ടേൺ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റിട്ടേൺ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേസ്റ്റിനെ നമ്മൾ ഡംപ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പേപ്പറിനെ ക്രഷ് ചെയ്ത് കളയാൻ വേണ്ടി, അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് മാനേജ് ചെയ്യും. ഇവിടെ നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയിം കൊടുത്തു, ഗ്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാനേജ് ചെയ്തോളും. അല്ലാതെ ഒന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്യേണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ആവശ്യമില്ല. ഓക്കെ. ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വിളിക്കുന്നത് അവിടെ നമ്മൾ ഈക്വലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ റിട്ടേൺ പോകുന്നത്. ഇതിൻ്റെ റിട്ടേൺ നേരെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഈ R1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനിലാണ് സേവ് ആകുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ ഇതിൻ്റെ റിട്ടേൺ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള R2 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേരിയബിൾ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ പോയിന്റ് ചെയ്യുന്ന ഒരു നെയിമാണ്. അപ്പോൾ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ അതിൻ്റെ വാല്യൂ പോയിട്ട് സേവ് ആകുന്നത്. ഞാനിവിടെ ഈ R2 ഈക്വൽ ടു ഞാനൊരു 300 എന്ന് കൊടുക്കുന്ന പോലെ തന്നെയാണ്, ഈക്വൽ ടു 300 എന്ന് പറയുന്നത് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ പിടിച്ചിട്ട് ഈ മെമ്മറി ലൊക്കേഷൻക്ക് അസൈൻ ചെയ്യുന്നു. സിമിലർ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത് ഇവിടെ. പക്ഷേ റിസൾട്ട് നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്നതല്ല, അതിന് പകരം ഈ യൂണിറ്റിൽ നിന്ന് എന്താണോ, ഈ ഫംഗ്ഷനിൽ നിന്ന് എന്താണോ തിരിച്ചു വരുന്നത് അതാണ് ഇങ്ങോട്ട് അസൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്, ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ. പിന്നീട് നമ്മൾ കുറച്ചും കൂടെ ഫംഗ്ഷൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ പിന്നീട് നമ്മൾ പഠിക്കും.